നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ. ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം. മഹായിടയന്റെ വിയോഗത്തിൽ അനുശോചിച്ച് വിവിധ ദേവാലയങ്ങൾ. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. സംഘർഷാവസ്ഥയ്ക്കിടെ കപ്പും സോസറും തകർത്തതിന് BJP കക്ഷി നേതാവ് KK മുരളിക്ക് സസ്പെൻഷൻ. ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് KK മുരളി. കുന്നംകുളത്തിന് ഒരു ഗജനഷ്ടം കൂടി. കിഴൂർ വലിയപുരയ്ക്കൽ ആനത്തറവാട്ടിലെ കൊമ്പൻ ആര്യനന്ദൻ ചെരിഞ്ഞു. 2 ആഴ്ചയായി അസുഖബാധിതനായിരുന്നു. ഓർമ്മയാകുന്നത് വലിയ ആരാധക പിന്തുണയുണ്ടായിരുന്ന കൊമ്പൻ. വിശദമായ വാർത്തയിലേക്ക്. വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഇതിനിടെ മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത്. സഭയുടെ സ്ഥാപകനെന്ന് വിശ്വസിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പത്രോസിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാപ്പയുടെ മരണപത്രത്തിൽ പറയുന്നു. 10,000-കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഇന്നലെ മുതൽ ഒഴുകിയെത്തുന്നത്. അവരെ സാക്ഷിയാക്കി രാത്രിയിൽ നടന്ന മരണാനന്തര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെരലാണ് നേതൃത്വം നൽകിയത്. അതിനിടെ മാർപ്പാപ്പയുടെ മരണകാരണം വ്യക്തമാക്കി വത്തിക്കാൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു. ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കും. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഇടവക പള്ളിയുടെ കൊടിമരത്തിന് സമീപം ചേർന്ന അനുശോചന യോഗത്തിൽ ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, ശരത് രാമനുണ്ണി, സെബീന റിറ്റോ, TO ജോയ്, KK ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, BJP നേതാവ് ചന്ദ്രൻ നമ്പഴിക്കാട്, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, മാനേജിംഗ് ട്രസ്റ്റി CK ജോയ് എന്നിവർ സംസാരിച്ചു. അനുശോചന സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മറ്റു വാർത്തയിലേക്ക്. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. സംഘർഷാവസ്ഥയ്ക്കിടെ കപ്പും സോസറും തകർത്തതിന് BJP കക്ഷി നേതാവ് KK മുരളിക്ക് സസ്പെൻഷൻ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് അസാധാരണ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. BJP അംഗം മുരളി കൊണ്ടുവന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്കിടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സംഘർഷത്തിനിടെ കൌൺസിൽ ക്ലർക്കിൽ നിന്നും BJP അംഗങ്ങൾ അജണ്ടകൾ വലിച്ചുകീറിയെറിഞ്ഞു. ബഹളത്തിനിടെ BJP കക്ഷി നേതാവ് KK മുരളിയുടെ മുന്നിലിരുന്ന കപ്പും സോസറും താഴെ വീണ് പൊട്ടി. ഇത് മുരളി മനഃപൂർവ്വം തട്ടിവീഴ്ത്തി പൊട്ടിച്ചതാണെന്ന വിലയിരുത്തലാണ് അടുത്ത ഒരു കൌൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. BJP അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. തുടർന്ന് മുദ്രാവാക്യം വിളിയോടെ പുറത്തുകടന്ന BJP അംഗങ്ങൾ ചെയർപേഴ്സൺ ഓഫീസിനു മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു.
പ്രതിഷേധത്തിനിടെ ഓഫീസ് വരാന്തയിലെ ചെടിച്ചട്ടികൾ മറിച്ചിട്ടതായും ആക്ഷേപമുണ്ട്. നഗരസഭയിൽ അക്രമസമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ബി.ജെ.പി. കക്ഷി നേതാവ് കെ മുരളിയെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ പിന്നീട് അറിയിച്ചു. ചെയർപേഴ്സൺ ഉച്ചഭക്ഷണത്തിനായി ഓഫീസിൽ നിന്നും പുറത്തുപോയപ്പോൾ ബി.ജെ.പി. അംഗങ്ങൾ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.എം. സുരേഷ് അവതാരകനും പുഷ്പ മുരളി അനുവാദകയുമായി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്ക് ശേഷം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു. ആശാവർക്കർമാർക്ക് ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് കോൺഗ്രസിലെ ലബീബ് ഹസൻ, ബിജു സി ബേബി, ബി.ജെ.പിയിലെ കെ മുരളി, ആർ.എം.പിയിലെ ബീന രവി എന്നിവർ ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രമേയം പാസായത്. പിന്നീട് ബി.ജെ.പി. അംഗം കെ മുരളി അവതാരകനും ഗീതാ ശശി അനുവാദകയുമായി ഇത് സംബന്ധിച്ച മറ്റൊരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. പ്രതിമാസം ആശാവർക്കർമാർക്ക് നഗരസഭ തനത് ഫണ്ടിൽ നിന്നോ പദ്ധതിയിൽ നിന്നോ 2000 രൂപ അധിക വേതനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ CPM അംഗങ്ങൾ ശക്തമായി എതിർത്തു. വേതനം നൽകണമെങ്കിൽ ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് CPM അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രമേയത്തിന് അവതരണാനുമതി ചെയർപേഴ്സൺ നിഷേധിച്ചതോടെയാണ് ബി.ജെ.പി. അംഗങ്ങൾ പ്രകോപിതരായി ഡയസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് അജണ്ടകൾ കീറിയെറിഞ്ഞും കപ്പും സോസറും എറിഞ്ഞുടച്ചും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ഒന്നാമത്തെ പ്രമേയത്തിൽ തന്നെ ആശാവർക്കർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടിയുള്ള പ്രമേയമാണ് ഒന്നാമത്തെ. അപ്പൊ അത് പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രമേയത്തിലെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് തെറ്റായി എഴുതിയിട്ടുണ്ട്. കാണിയാമ്പാലിൽ കാട്ടുപന്നികളെ നഗരസഭ അനുമതിയില്ലാതെ വെടിവെച്ച സംഭവം നഗരസഭാ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വി കെ സുനിൽകുമാർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ചെയർപേഴ്സൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. നഗരവികസന പ്രവർത്തനങ്ങളിൽ നിന്നും കരാറുകാരൻ പിന്മാറിയതായുള്ള ലബീബ് ഹസന്റെ ചോദ്യത്തിന് വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മറുപടി പറയാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക വർധനവ് നടപ്പിലാക്കുന്നത് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു. നഗരസഭയിലെ 6 കുളങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഭരണാനുമതി ലഭിച്ചതായി കൌൺസിൽ യോഗത്തിൽ അറിയിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണത്തിന് ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിന് ക്ലീൻ സിറ്റി മാനേജറെ കൌൺസിൽ യോഗം ചുമതലപ്പെടുത്തി. AS സുജീഷ്, ടി സോമശേഖരൻ, ഷാജി ആലിക്കൽ, മിഷ സെബാസ്റ്റ്യൻ, റീജ സലീം, അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ കൌൺസിലിൽ അതിക്രമം. ബി.ജെ.പി. കൌൺസിലർ കെ മുരളിയെ നഗരസഭാ ചെയർപേഴ്സൺ സസ്പെൻഡ് ചെയ്തു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗം നടക്കുന്നതിനിടെ അജണ്ട വലിച്ചുകീറുകയും കപ്പും സോസറും എറിഞ്ഞുടച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതിനാണ് ബി.ജെ.പി. നഗരസഭാ കക്ഷി നേതാവ് കെ മുരളിയെ സസ്പെൻഡ് ചെയ്തതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. അടുത്ത ഒരു കൌൺസിൽ യോഗത്തിൽ നിന്നാണ് സസ്പെൻഷൻ. കെ മുരളി നടത്തിയ അതിക്രമത്തെ നിയമപരമായി നേരിടുന്നതിന് നഗരസഭാ സെക്രട്ടറിക്ക് ചെയർപേഴ്സൺ കത്ത് നൽകി. പോലീസിനും പരാതി നൽകിയിട്ടുള്ളതായി പറഞ്ഞു. ചൊവ്വാഴ്ച നടന്ന കൌൺസിലിൽ ആശാവർക്കർമാരെ സംബന്ധിച്ചുള്ള പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് കെ മുരളി പ്രകോപിതനായത്. ഭരണപക്ഷത്തെ പി.എം. സുരേഷ് ആശാവർക്കർമാരെ അനുകൂലിച്ച് അവതരിപ്പിച്ച പ്രമേയം കക്ഷിഭേദമന്യേ കൌൺസിൽ അംഗീകരിച്ചു. എന്നാൽ കെ മുരളി അവതരിപ്പിച്ച പ്രമേയത്തിൽ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നത് ഓണറേറിയം എന്നാക്കണമെന്നും എന്നാലേ പ്രമേയം അംഗീകരിക്കുകയുള്ളൂ എന്നും ചെയർപേഴ്സൺ അറിയിച്ചതോടെയാണ് ബി.ജെ.പി. അംഗങ്ങൾ പ്രകോപിതരായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തുടർന്ന് കൌൺസിൽ അജണ്ട വലിച്ചുകീറുകയും മേശമേലിരുന്ന കപ്പും സോസറും എറിഞ്ഞുടക്കുകയും ചെയ്തു. കപ്പും സോസറിന്റെയും പൊട്ടിയ കഷ്ണങ്ങൾ കൌൺസിലർമാരുടെ ദേഹത്തേക്കും തെറിച്ചതോടെ കൌൺസിൽ ഹാളിൽ ഭീകരാന്തരീക്ഷമായി മാറിയതോടെ യോഗം പിരിച്ചുവിട്ടതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ജനാധിപത്യത്തിനും സ്ത്രീകൾക്കും നേരെയുണ്ടായ അതിക്രമമാണ് കെ മുരളിയും അനുയായികളും നടത്തിയതെന്നും ഇതിന് നേതൃത്വം നൽകിയതിനാണ് കെ മുരളിയെ കൌൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് തുച്ഛമായ ഒരു ഇൻസെൻറ്റീവാണ്. ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുകയും അവരെ തൊഴിലാളികളായി അംഗീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രമേയം. അത് വെച്ച് അംഗീകരിച്ചാൽ തന്നെ കാര്യമായി. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ വാക്ക് 2000 രൂപ അധിക വേതനം നൽകണമെന്നാണ്. അപ്പോൾ അധിക വേതനം കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിക്കില്ല. ആ വാചകം മാറ്റി പ്രമേയം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വളരെ മോശമായ ഒരു നിലപാടാണ് ബി.ജെ.പിയുടെ കൗൺസിലറായിട്ടുള്ള മുരളി
എടുക്കുകയും ശക്തമായിട്ട് ഡയസിൽ തല്ലുകയും അതിനു ശേഷം ചായ കുടിക്കാൻ വെച്ചിരുന്ന കപ്പ് എടുത്തിട്ട് തറയിൽ എറിഞ്ഞുളയ്ക്കുക, അതിൻ്റെ ചീളുകൾ കൗൺസിലർമാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അപ്പം അതിൻ്റെ പേരിൽ അടുത്ത ഒരു കൗൺസിൽ യോഗത്തിൽ നിന്ന് മുരളിയെ സസ്പെൻഡ് ചെയ്തതായിട്ട് ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സസ്പെൻഡ് ചെയ്തതായിട്ട് കൗൺസിലറെ അറിയിക്കുന്നുണ്ട്. കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നഗരസഭാ ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് KK മുരളി. നടപടി സംബന്ധിച്ച് CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നഗരസഭകളും കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൗൺസിലിൽ യോഗങ്ങൾ ചേരുന്നത്. അതുപ്രകാരം ഏത് കൗൺസിലർക്കും ഏതൊരു വിഷയത്തിന്മേലും പ്രമേയം അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. ഇത്തരം ചർച്ചകളിൽ വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ അത് നിയമാനുസൃതമായി നടത്തണമെന്ന് കൃത്യമായി ആക്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ താൻ കൊണ്ടുവന്ന ഒരു പ്രമേയത്തെ വോട്ടിനിടണം എന്ന് പറഞ്ഞപ്പോൾ അതിന് സമയം നൽകാതെ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിടുകയാണുണ്ടായത്. ഇത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. അതനുസരിച്ച് നിയമപ്രകാരം എനിക്ക് എൻ്റെ അവകാശം, ഞാൻ കൊണ്ടുവന്നൊരു പ്രമേയത്തെ അത് വോട്ടിനിട്ടെന്ന് പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ അതിനെ കാത്തു നിൽക്കാതെ ചെയർപേഴ്സൺ കൗൺസിൽ പിരിച്ചുവിട്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് എണീറ്റ് പോവുകയുണ്ടായത്. അത് ശരിക്കും ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയർപേഴ്സൺ ചെയ്തത്. ഒരു ചെയർമാന്മാരും മുൻകാര്യങ്ങളും ചെയ്യാത്ത ഒരു നടപടിയാണത്. കാരണം ഏതൊരു കൗൺസിലറുടെ അവകാശം കൂടിയിട്ടത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ മറ്റു കൗൺസിലർമാരും ഞാനിടയ്ക്ക് അതിൽ പ്രതിഷേധിച്ചപ്പോഴാണ് ചെയർപേഴ്സൻ്റെ ഭാഗത്ത് ഇത്രയും ഒരു നിരുത്തരവാദപരമായ ഒരു നടപടി ഉണ്ടായത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. മുൻകാലങ്ങളിൽ ഒരു ചെയർമാൻ പോലും ചെയ്യാത്ത നടപടിയാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് മുരളി പറഞ്ഞു. ഒരു കൗൺസിലറുടെ അവകാശത്തെയാണ് ഇവിടെ ഹനിച്ചിരിക്കുന്നത്. RMPയും കോൺഗ്രസും പരസ്യമായി പ്രമേയത്തെ പിന്താങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു. പ്രമേയം പാസായാൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടിവരും എന്ന ഭയം കൂടി നടപടിയുടെ പിന്നിലുണ്ടെന്നും മുരളി കുറ്റപ്പെടുത്തി. പ്രമേയം പാസ്സായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പ്രമേയത്തിന് കൗൺസിൽ പരസ്യമായി RMPയും കോൺഗ്രസും ഇതിന് പരസ്യമായി ഈ ഞങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന് പിന്താങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു. മാത്രമല്ല ഭരണകക്ഷിയിലെ ഒരു ആശാവർക്കറായ ഒരു കൗൺസിലറും അതുപോലെ തന്നെ ഒരു സ്വതന്ത്രനും ഞങ്ങളെ ഈ പ്രമേയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ ആ പ്രമേയം അവിടെ പാസ്സാക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെയർപേഴ്സൺ രാജിവെക്കേണ്ടി വരും. ആ ഒരു ഭയം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ചെയർപേഴ്സൺ ആ അപ്രാളത്തിൽ ഈ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. ചെയർപേഴ്സന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു നടപടി ഇതാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. മറ്റു വാർത്തയിലേക്ക്. ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനായ റെജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കി. 2008 ഭാര്യയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് റെജികുമാറിന് വധശിക്ഷ വിധിച്ചിരുന്നത്. ജീവപര്യന്തം നിലനിൽക്കും. 2008 ആമയൂർ കൂട്ടക്കൊലപാതകം നടന്നത്. കേസിലെ പ്രതി റെജികുമാറിന് വധശിക്ഷയും വിധിക്കുകയുണ്ടായി. ഭാര്യയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു നടപടി. ഈ വിധിയിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. റെജികുമാറിന്റെ വധശിക്ഷ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് വിലയിരുത്തിയാണ് സുപ്രീംകോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. 2007 കോട്ടയം സ്വദേശികളായ റെജികുമാറും ഭാര്യ ലിസിയും പത്രപരസ്യം കണ്ട് പട്ടാമ്പി ആമയൂരിൽ റബ്ബർ ടാപ്പിങ്ങിന് എത്തുന്നത്. ഇവിടെ വാടക വീട്ടിലായിരുന്നു 4 മക്കളുമൊത്ത് താമസം. 2008 ജൂലൈയിലാണ് റെജി ഭാര്യയെയും 4 മക്കളെയും കൊല ചെയ്തത്. റെജിയും ഭാര്യയും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയ റെജികുമാർ ലിസിയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. പിന്നീടാണ് മക്കളായ അമല്യയെയും കൊലപ്പെടുത്തിയത്. കുട്ടികളുടെ മൃതദേഹങ്ങൾ പുതപ്പിൽ പൊതിഞ്ഞ് ചാക്കിൽ കെട്ടി വാടക വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റു 2 മക്കളായ അമലുവിനെയും അമല്യയെയും കൊലപ്പെടുത്തിയത്. ഇവരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു. ഇതിൽ മൂത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. ജൂലൈ 25 കുട്ടികളുടെ മൃതദേഹം വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലായിരുന്നു കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. അധികം താമസിയാതെ തന്നെ റെജികുമാറിനെയും പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ഷൊർണൂർ DYSP ആയിരുന്ന P രാമചന്ദ്രനും സംഘവുമായിരുന്നു കേസ് അന്വേഷിച്ചത്. 2009 റെജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻ കോടതി വധശിക്ഷ വിധിച്ചത്. 2014 ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. റെജികുമാറിന്റെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ റെജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. പട്ടാമ്പി ആമയൂരിനെ മാത്രമല്ല കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച കൊലപാതക കേസിലെ വിധിയും വലിയ ആകാംക്ഷയോടെയാണ് കേരള ജനത നോക്കിക്കണ്ടിരുന്നത്. ഒടുവിൽ റെജികുമാറിന്റെ നല്ല നടപ്പിനാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റത്തിനും കൊലപാതകത്തിനും ജീവപര്യന്തം നിലനിൽക്കും.
ഗർഭിണികളുടെ വയറുകീറിയ ചരിത്രമുള്ളവർ ആ സംഭവം ഓർമ്മപ്പെടുത്തുന്ന സിനിമകളെ പോലും ഭയക്കുന്നുവെന്ന് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ ശൈലജ. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മോദി സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ദുരിതം മാത്രമാണ് നൽകുന്നതെന്നും ശൈലജ പറഞ്ഞു. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും സ്ത്രീകൾ പട്ടിണിയിലാണെന്നും ഇടതുപക്ഷ ഭരണം കേരളത്തിലെ സ്ത്രീകളുടെ നില വികസിത രാജ്യങ്ങൾക്കൊപ്പമാക്കിയെന്നും ചൂണ്ടിക്കാട്ടി KSKTU സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി M ചന്ദ്രൻ, സംസ്ഥാന വനിതാ കൺവീനർ K കോമളകുമാരി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CB ദേവദർശൻ, TK വാസു, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ജില്ലാ കമ്മിറ്റി അംഗം TT ശിവദാസ്, NK അക്ബർ MLA തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ത്യയിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാക്കളായി നിൽക്കുന്ന മേഖലയാണ് കാർഷിക മേഖലയാണ്. അതായത് മൊത്തം കിട്ടുന്ന തൊഴിലവസരങ്ങളുടെ 50% കാർഷിക മേഖല വഴിയാണ്. ഇത് സ്ത്രീകളുടെ പങ്കാളിത്തം പുരുഷന്മാരെക്കാൾ കൂടുതലായി വരിക. ഇപ്പൊ പുരുഷന്മാരുടെ കർഷക തൊഴിലാളി പങ്കാളിത്തം കുറഞ്ഞു വരികയാണ്. ആ മേഖലയിൽ സ്ത്രീകളാണ് കൂടുതൽ നിൽക്കുന്നത്. 2017-18 കാലത്ത് 47% ഈ തൊഴിൽ മേഖലയിലെ കർഷക തൊഴിലാളികളുടെ പങ്കാളിത്തമെങ്കിൽ 2018-നും 2020-നും ഇടയിലുള്ള ഘട്ടത്തിൽ കുറെ കുറഞ്ഞതായിട്ടാണ് കണ്ടത്. പക്ഷേ 2022-23 ആകുമ്പോൾ വീണ്ടും കർഷക തൊഴിലാളി മേഖലയിൽ ആളുകളുടെ എണ്ണം കൂടിയതായിട്ട് കാണും. എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചു? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പെരിയമ്പലം മണികണ്ഠന്റെ വസതിയിലും ആൽത്ര വിനോദിനിയമ്മയുടെ വസതിയിലും സന്ദർശനം നടത്തി. BJP തൃശൂർ നോർത്ത് ജില്ല കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് ഇവിടെ സന്ദർശനം നടത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 പെരിയമ്പലം മണികണ്ഠന്റെ വസതിയിലെത്തിയത്. തുടർന്ന് വീട്ടുകാരുമായും പ്രദേശത്തെ BJP പോഷക സംഘടനാ നേതാക്കളുമായി സംസാരിക്കുകയും മണികണ്ഠന്റെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. മണികണ്ഠൻ കൊലപാതക സംബന്ധമായ കേസിന്റെ നിലവിലെ അവസ്ഥ വീട്ടുകാരുമായി ചോദിച്ചു മനസ്സിലാക്കി. തുടർന്ന് കേസിലെ സാക്ഷിയായ പ്രസാദിന്റെ വീട്ടിലും കയറി വീട്ടുകാരുമായും സംസാരിച്ചാണ് മടങ്ങിയത്. തുടർന്ന് ആൽത്ര വിനോദിനി അമ്മയുടെ വസതിയിലെത്തി മകൻ TP ഉണ്ണിയുമായും പാർട്ടി പ്രവർത്തകരുമായും സംസാരിച്ചു. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി, ഷാജി തൃപ്പറ്റ്, ശാന്തി സതീശൻ, TK ലക്ഷ്മണൻ, KM പ്രകാശൻ, പുന്നീർകുളം പഞ്ചായത്ത് മെമ്പർമാരായ ഇന്ദിര പ്രഭുലൻ, അനിത തുടങ്ങിയവരും BJP പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന അധ്യക്ഷന് ഹാരാർപ്പണവും നടത്തി. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാർക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്തത്തോട്ടം ചോലയിൽ അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്ന് കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയി എന്ന സൂചനകളുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതോടെ പോലീസ് സംഘം ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇരുവരെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0466 2256 254. പുന്നൂർകുളത്ത് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ് അപകടം, യാത്രികന് പരിക്കേറ്റു. അണ്ടത്തോട് ചെറായി സ്വദേശി 49 വയസ്സുള്ള ബൈക്കോട് സദുലിനാണ് പരിക്കേറ്റത്. പനന്തറയിൽ വെച്ചാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ബൈക്ക് യാത്രികനെ അകലാട് മുന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ പുന്നൂർകുളം ശാന്തി ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ തളിയിലെ സ്വകാര്യ അറവു മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടയാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വരവൂർ പഞ്ചായത്തിന് മുന്നിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബഹുജന ധർണ നടത്തി. സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ 100 കണക്കിന് പേർ പങ്കെടുത്ത ധർണ സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KS മുഹമ്മദ് അധ്യക്ഷനായി. വിപിൻ കൂടിയെടുത്ത് ആമുഖ പ്രഭാഷണം നടത്തി. CU അബൂബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. M വീരചന്ദ്രൻ, അനിത പുറശ്ശേരി, മുസ്തഫ കുറ്റിയിൽ, മൊയ്തീൻകുട്ടി സഖാഫി,
മുസ്തഫ അറയാലുക്കൽ, KM ഹനീഫ, CP സുഭാഷ്, KM ഫലലുള്ള, ഉമ്മർ സഖാഫി, PM അബൂബക്കർ, ജഹാംഗീർ ബാഷ, ഫാസിൽ പാറപ്പുറം എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് CPM പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുമതി നൽകിയതെന്നും ട്രയൽ റൺ നടത്തുമ്പോൾ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധം ഉയർന്നതിനാൽ മാർഗരേഖയിൽ ലംഘനമുണ്ടായെന്നും അതിനാൽ കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളും അവരവർ അന്നാന്ന് ജോലി ചെയ്ത് 700-ഉം 600-ഉം ഒക്കെ രൂപയ്ക്ക് അവർ സമ്പാദിച്ച് അവരുടെ കുടുംബത്തെ പോറ്റേണ്ട ഈ സമയം പൂർണ്ണമായും ഒരു ദിവസവും 2 ദിവസവുമല്ല, ആഴ്ചകളും 2 ആഴ്ചകളും മാസങ്ങളും ഒക്കെയായി ഇതിന്റെ പിന്നിൽ നടക്കേണ്ടി വരുന്നത്. മാലിന്യത്തിന്റെ ഗന്ധത്തിനേക്കാൾ നല്ലത് പുത്തൻ നോട്ടിന്റെ മണമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ പഞ്ചായത്ത് ഭരണസമിതി ഈ മാലിന്യ പ്ലാന്റിന് അനുമതി നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യം ഇവർ പറഞ്ഞതെന്താ, 100കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. 4 ബംഗാളികളാണ് ഇപ്പൊ അവിടെ ജോലിക്കാരായിട്ടുള്ളത്. MP ആയിട്ടുള്ള രാധാകൃഷ്ണൻ അദ്ദേഹം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നാണെങ്കിൽ അതിവിടെ വരില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കിന് യാതൊരു തരത്തിലുള്ള വിലയും ഇല്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായത്. കുന്നംകുളത്തിന് ഒരു ഗജനഷ്ടം കൂടി. കിഴൂർ വലിയപുരയ്ക്കൽ ആനത്തറവാട്ടിലെ കൊമ്പൻ ആര്യനന്ദൻ ചെരിഞ്ഞു. 2 ആഴ്ചയായി അസുഖബാധിതനായിരുന്നു. ആനയ്ക്ക് കുറെ നാളുകളായി ചവയ്ക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. കഞ്ഞി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് നൽകിയിരുന്നത്. തുടർന്ന് ഏറെ ക്ഷീണിതനായ ആന ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ചെരിഞ്ഞത്. കുന്നംകുളം കിഴൂർ സ്വദേശി അബിയുടേതാണ് ആന. ഇവരുടെ തന്നെ വലിയപുരയ്ക്കൽ ധ്രുവൻ എന്ന ആന ഏതാനും വർഷം മുമ്പ് കിണറ്റിൽ വീണ് ദാരുണമായി മരണപ്പെട്ടിരുന്നു. കുന്നംകുളം മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലെയും പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പാനയായിരുന്നു ആര്യനന്ദൻ. AD 52-ൽ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ആശീർവാദവും നടന്നു. തുടർന്ന് വിശ്വാസികൾക്ക് ഭക്ഷണവും ഉണ്ടായി. ബുധനാഴ്ച രാവിലെ 6:30-ന് പ്രഭാത നമസ്കാരം, തുടർന്ന് 7-ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, നേർച്ച വിളമ്പ് എന്നിവ ഉണ്ടാകും. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി ഷാജു PV, സെക്രട്ടറി ബിനു CK എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു. പന്നിത്തടം സുഹറ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MP വിൻസെന്റ്, O അബ്ദുറഹ്മാൻ കുട്ടി, ജോസഫ് ചാലിശ്ശേരി, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, VK രഘുസ്വാമി, ബിജോയ് ബാബു, അഡ്വക്കേറ്റ് CB രാജീവ്, K ജയശങ്കർ, KK ബാബു, അഡ്വക്കേറ്റ് അജിത്, KC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അഴിമതിയും ധിക്കാരവും അഹങ്കാരവും കൈമുതലാക്കി നടക്കുന്ന മുഖ്യമന്ത്രിക്ക് സമാനമാണ് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ RV അബ്ദുൾ റഹീം പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഷക്കീർ, സെക്രട്ടറി C അഷ്റഫ്, STU ജില്ലാ ജനറൽ സെക്രട്ടറി KK ഇസ്മായിൽ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന സെക്രട്ടറി PM ഹംസക്കുട്ടി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമാർ, ലീഗ് നേതാക്കൾ, പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി റഫീഖ്, ഷെരീഫ കബീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി TK ഉസ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PA നസീർ നന്ദിയും പറഞ്ഞു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പോഷൺ പക്ഷാചരണത്തോടനുബന്ധിച്ച് അരിയന്നൂരിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ICDS പ്രൊജക്ട് ചൊവ്വന്നൂർ ബ്ലോക്ക്, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ ബോധവൽക്കരണം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ജയന്തി ടീച്ചർ, ICDS ചൊവ്വന്നൂർ ബ്ലോക്ക് സൂപ്പർവൈസർ സഹീറ, CBC തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ്, FPA അജിത് ഷേർ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര ആവശ്യകതകൾ എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന്
ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫിനോജ് നേതൃത്വം നൽകി. തുടർന്ന് പോഷണം, ജീവിതശൈലീ രോഗങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി വേലൂർ ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സിനു വേണ്ടി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി സംവിധാനം ചെയ്ത നാടകാവതരണവും വിവിധ കലാപരിപാടികളും നടന്നു. ഞമനേങ്ങാട് ഭഗവതി ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് സംഘഗ്രാമം ചക്കിത്തറ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കവാടവും ആനച്ചമയങ്ങളും നശിപ്പിച്ചതായി പരാതി. 3 യുവാക്കളെ വടക്കേക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ ACP സുനോജ്, വടക്കേക്കാട് SHO അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അഭിലാഷ്, ദേവജിത്ത്, അഭിജിത്ത് എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെയാണ് ഞമനേങ്ങാട് മൃഗാശുപത്രിക്ക് സമീപം ഒരുക്കിയ കവാടം നശിപ്പിച്ചത്. ചക്കിത്തറ റോഡിൽ പ്രദർശിപ്പിച്ച പാമ്പാടി രാജൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്നീ ആനകളുടെ കോലവും തകർത്തിട്ടുണ്ട്. കോട്ടപ്പടി ഇരിങ്ങപ്പുറത്ത് കർഷക അവാർഡ് ജേതാവ് മാനന്തേടത്ത് ബാലന്റെ കൃഷിയിടത്തിൽ നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പൂക്കോട് കൃഷി ഓഫീസർ റിജിത്ത് കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ദീപ ബാബു, KPM റഷീദ്, മുൻ വാർഡ് കൗൺസിലർമാരായ ഷനിൽ TS, പ്രിയ രാജേന്ദ്രൻ, ഗുരുവായൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദൻ എന്നിവർ പങ്കെടുത്തു. കിഴങ്ങ്, മുളക്, പച്ചക്കറികൾ, പയർവർഗ്ഗങ്ങൾ, മത്സ്യം തുടങ്ങിയവ തന്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഈ വർഷം നടത്തിയ കൃഷി കാട്ടുപന്നി നശിപ്പിക്കുകയും കൃഷിക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു. 2 പ്രാവശ്യം കൃഷി ഇറക്കിയാണ് വിളവെടുപ്പ് നടത്തിയത്. മുടിക്കോട് ലോക്കൽ വെള്ളരിയാണ് വിളയിച്ചത്. 3-4 മാസം കൊണ്ട് 400 കിലോയോളം വെള്ളരി വിളവെടുത്തു. 25 വർഷം പ്രവാസിയായിരുന്ന ബാലൻ 10 വർഷത്തോളമായി കൃഷിയിൽ ഏർപ്പെടുന്നുണ്ട്. ഭാര്യ ബാലയും മക്കൾ വിപിൻ കൃഷ്ണയും വിമൽ കൃഷ്ണയും ഒപ്പമുണ്ട്. ജൈവ കർഷകനുള്ള നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പൂക്കോട് കൃഷിഭവന്റെ ഇക്കോ ഷോപ്പ്, വ്യാഴം, ചൊവ്വ ദിവസങ്ങളിലെ ചന്ത എന്നിവിടങ്ങളിലൂടെയാണ് വിപണനം നടത്തുന്നത്. ഞാൻ ചെറുപ്പത്തിലെ കൃഷിയായിട്ട് താല്പര്യം, അച്ഛനായിട്ട് തന്നെ നല്ല കർഷകരായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ ഗൾഫിൽ പോയി 22 ഗൾഫിലായിരുന്നു. തിരിച്ചൊന്ന് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങി. വിശ്രമ ജീവിതം കൃഷിയിലേക്ക്. അതാണ് എൻ്റെ പോളിസി. വിശ്രമിക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുമല്ലോ. നമ്മൾ കൃഷിയാകുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ എനിക്കിപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാലും ഞാൻ 24 മണിക്കൂർ ഞാൻ പാടത്തുണ്ടായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്നു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡ് ഐനൂർ ഈസ്റ്റിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നായനാർ റോഡ് കുന്നുകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് ഓവർസിയർ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുഗതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർമാരായ ഖദീജ ഹസൻ, രാജി സോമൻ, സുധീർ MK എന്നിവർ പങ്കെടുത്തു. 3 മീറ്റർ വീതിയിൽ 346 മീറ്റർ നീളത്തിൽ പുതുതായി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഉദ്ഘാടനം ചെയ്തത്. കർഷക തൊഴിലാളി നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ IV കുട്ടിയുടെ ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ചൂണ്ടലിൽ അനുസ്മരണ യോഗവും ലോക്കൽ തല പഠന ക്ലാസും സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു അനുസ്മരണ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. TP റാഫേൽ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TA ഫൈസൽ, ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രേഖ സുനിൽ, PK വത്സൻ, CA ഗോപി എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരിയിൽ മുലയമ്പറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 3ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശമാകുന്നു. പുരുഷന്മാർ മാത്രം കാഴ്ചക്കാരായിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് സ്ത്രീകൾ ഉൾപ്പെടെ കുടുംബമായാണ് ചാലിശ്ശേരിയിലെ മൈതാനത്തേക്ക് കാൽപന്ത് കളി കാണാൻ ഒഴുകിയെത്തുന്നത്. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ KDS കിഴിശ്ശേരിയും അഭിലാഷ് FC കൂപ്പൂത്തും തമ്മിൽ ഏറ്റുമുട്ടി. 1-1 എന്ന ഗോൾ നിലയിൽ സമനില പാലിച്ച മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെ KDS കിഴിശ്ശേരി വിജയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് മുഖ്യാതിഥിയായി ടീമംഗങ്ങളെ പരിചയപ്പെട്ടു. ബുധനാഴ്ച മുതൽ കേരളത്തിലെ മികച്ച ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നതോടെ കായികാവേശം വാനോളം ഉയരും. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരങ്ങളാണ് രാത്രിയിൽ ക്ഷേത്ര മൈതാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2025 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.
ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായികരംഗത്തെ വളർച്ചയ്ക്കും വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ടൂർണമെന്റിന് സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, ട്രഷറർ ജ്യോതിദേവ്, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, TA രണദിവെ എന്നിവരടങ്ങുന്ന സംഘാടക സമിതിയാണ് നേതൃത്വം നൽകുന്നത്. അശരണർക്കും ആലംബഹീനർക്കും എന്നുവേണ്ട സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കുമുള്ള അഭയകേന്ദ്രമായി മസ്ജിദുകൾ മാറിയെന്ന് കുഞ്ഞിമുഹമ്മദ് മദനി പറപ്പൂർ പറഞ്ഞു. പുതുതായി നിർമ്മിച്ച തൊഴിയൂർ സലഫി മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മദനി. നമസ്കാരത്തിന് കുഞ്ഞിമുഹമ്മദ് മദനി പറപ്പൂർ നേതൃത്വം നൽകി. PP ബഷീർ ആദ്യ ബാങ്ക് നിർവഹിച്ചു. തുടർന്ന് നടത്തിയ ഉദ്ഘാടന സമ്മേളനത്തിൽ തൊഴിയൂർ സലഫി മസ്ജിദ് സെക്രട്ടറി ജമാൽ ബാപ്പു അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി, കല്ലൂർ സലഫി മസ്ജിദ് ഖത്തീബ് അനീഷ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രഭാഷകൻ ഷാഫി സബാഹി മുഖ്യ പ്രഭാഷണം നടത്തി. മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് KV അബ്ദുൾ റഹ്മാൻ സ്വാഗതവും RV കരീം നന്ദിയും പറഞ്ഞു. വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ നമസ്കാരത്തിനും ഖുതുബയ്ക്കും സമീർ മുണ്ടേരി നേതൃത്വം നൽകും. CPIM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന ബാബു പുലിക്കോട്ടിലിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. തിങ്കളാഴ്ച രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി പ്രഭാത പേരി മുഴക്കി. ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ പതാക ഉയർത്തി. ബാബുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് 3-ന് പഴഞ്ഞി അലൈഡ്സ് പാലസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിന്റെയും ബാബു പുലിക്കോട്ടിലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാര വിതരണത്തിന്റെയും ഉദ്ഘാടനം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സഖാവ് ബാബുവിൻ്റെ ദീപ്തവും പ്രോജ്വലവുമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമായി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ എന്നും ജ്വലിച്ചുകൊണ്ട് നിലനിൽക്കണം എങ്കിൽ ജീവിതത്തിൽ ഈ സമൂഹത്തിന് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്ന നിരവധി പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടാകണം. അത്തരത്തിലുള്ളവരാണ് എന്നും സമൂഹ മനസാക്ഷിയിൽ ജീവിക്കുന്നത്. ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK വാസു, M ബാലാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MN സത്യൻ, ഉഷ പ്രഭുകുമാർ, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, ബാബുവിന്റെ സഹധർമ്മിണി ശാന്ത, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൂർ പോസ്റ്റ് ഓഫീസിൽ 41 വർഷം പ്രവർത്തനത്തിന് ശേഷം വിരമിച്ച ബാലകൃഷ്ണന് സഹപ്രവർത്തകർ ചേർന്ന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പോസ്റ്റ് മാസ്റ്റർ P രഘുനാഥ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റൽ ഇൻസ്പെക്ടർ PS രമേശ് അധ്യക്ഷനായി. മെയിൽ ഓവർസിയർ ജെയിൻലാൽ, പോസ്റ്റ് വുമൺ N ധന്യ, അംബുജാക്ഷൻ, ശ്രീകുമാർ, മഹിമ, നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ സ്കൂൾ മൈതാനിയെ ഫുട്ബോൾ ആവേശത്തിന്റെ ലഹരിയിലാഴ്ത്തി ഗുരുവായൂർ സൂപ്പർ ലീഗിന് തുടക്കമായി. ഗുരുവായൂർ മണ്ഡലത്തിലെ 10 ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം മുൻ കായിക മന്ത്രി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഡോക്ടർ A ഹരിനാരായണൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ എന്നിവർ മുഖ്യാതിഥികളായി. GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ബാബുരാജ്, KR സൂരജ്, VV ഡൊമിനി എന്നിവർ സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ മിലാൻ FC തൈക്കാടിനെ 2-4 ഗോളിന് തോൽപ്പിച്ച് സോക്കർ ഫ്രണ്ട്സ് കോട്ടപ്പടി വിജയിയായി. രണ്ടാം മത്സരത്തിൽ പുന്നയൂർകുളം FC ഏകപക്ഷീയമായ 1 ഗോളിന് ഏങ്ങണ്ടിയൂർ FCയെ തോൽപ്പിച്ചു. വഖഫ് ഭേദഗതി ആക്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഹല്ല് ഓർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും ഏപ്രിൽ 24-ന് നടത്തുമെന്ന് ഭാരവാഹികൾ പുന്നയൂർകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുന്നയൂർകുളം, വടക്കേക്കാട് പഞ്ചായത്തുകളിലെ 30ഓളം മഹല്ലുകൾ സംയുക്തമായാണ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് വന്നേരി പാലസ് ഗ്രൗണ്ടിൽ നിന്നും പ്രതിഷേധ റാലി ആരംഭിക്കും. 2000ഓളം പേർ റാലിയിൽ പങ്കെടുക്കും. വടക്കോട്ട് പള്ളി ഖത്തീബ് സയ്യിദ് ഫസൽ നൈമി അൽ ജിഫ്രി തങ്ങൾ റാലി ഉദ്ഘാടനം ചെയ്യും. റാലിക്ക് സമാപനം കുറിച്ച് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ വടക്കേക്കാട് TMK റീജൻസിയിൽ നടത്തുന്ന പൊതുസമ്മേളനം
എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ പി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുള്ള ബാഖവി വടക്കേക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ്, ജില്ലാ മഹൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ കുന്നംകാട്ടയിൽ, കല്ലൂർ മഹൽ സെക്രട്ടറി ജാഫർ സാദിഖ്, വളണ്ടിയർ ക്യാപ്റ്റൻ അസീസ് നരിയമ്പുള്ളി, വൈസ് ക്യാപ്റ്റൻ അബൂബക്കർ നാട്ടുരുചി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തി അക്ഷയ തൃതീയയോടനുബന്ധിച്ച് മെഗാ തിരുവാതിര അരങ്ങേറി. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രസമിതി പ്രസിഡന്റ് പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി എ വി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. മെഗാ തിരുവാതിര ആസ്വദിക്കുവാനായി നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. പൂട്ടിക്കിടന്ന വീട്ടിൽ 70-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് മങ്ങാട് കിഴക്കുമുറി ചീരൻ വീട്ടിൽ ജെയിംസ് ആണ് മരിച്ചത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ദിവസങ്ങളായി പാൽപാത്രം എടുക്കാതിരുന്നതോടെ പാൽക്കാരൻ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ കുത്തി തുറന്നതോടെയാണ് മുറിയിൽ നിലത്ത് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇയാൾ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം വെസ്റ്റ് മങ്ങാട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,290 രൂപ, പവന് 77,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 150 രൂപ. ചരമം മറ്റം കാക്കശ്ശേരി ലൂവിസ് മാസ്റ്റർ ഭാര്യ അമ്മിണി നിര്യാതയായി 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. ഫ്രാൻസിസ്, പിയൂസ്, ഡെയ്സി എന്നിവർ മക്കളാണ്. കടവല്ലൂർ മണിയറക്കോട് കരിയാട്ടിൽ പരേതനായ മരക്കാർ മുസ്ലിയാരുടെ ഭാര്യ ഫാത്തിമ നിര്യാതയായി 97 വയസ്സായിരുന്നു. ഖബറടക്കം മണ്ണുംകുളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ആയിഷ, ഖദീജ, ഖാസിം, മൊയ്തീൻ, അബ്ദുൽ കരീം, അലി എന്നിവർ മക്കളാണ്. കോട്ടപ്പടി ചുങ്കത്ത് ലോനക്കുട്ടി ജോണി നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി സെന്റ് ലസേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. കൊച്ചുമേരി ഭാര്യയും ഷീജ, മേജോ എന്നിവർ മക്കളുമാണ്. കോട്ടപ്പടി സെന്ററിനടുത്ത് താമസിക്കുന്ന പരേതനായ മൊയ്തീൻ ഭാര്യ കാരിയേടത്ത് കുഞ്ഞാമിന നിര്യാതയായി 85 വയസ്സായിരുന്നു. ഖബറടക്കം തൊഴിയൂർ പാലേമാവ് ഖബർസ്ഥാനിൽ നടന്നു. റംല, നസീമ, വാഹിദ, ആരിഫ, സലിം, മൊയ്നുദ്ദീൻ, ഷമീർ എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം ആൽത്തറ സെന്ററിലെ വ്യാപാരിയായിരുന്ന കടിക്കാട് മുക്കണ്ടത്ത് ഉമ്മർ നിര്യാതനായി 70 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. ഫാത്തിമ ഭാര്യയും മുനീർ, ഷെമീന എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിനും സമാധാനത്തിനുമായി നിലകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം തീർത്ത വേദന ഒഴിയാതെ ലോകം. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ. ബുധനാഴ്ച സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം. മഹായിടയന്റെ വിയോഗത്തിൽ അനുശോചിച്ച് വിവിധ ദേവാലയങ്ങൾ. ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. സംഘർഷാവസ്ഥയ്ക്കിടെ കപ്പും സോസറും തകർത്തതിന് BJP കക്ഷി നേതാവ് KK മുരളിക്ക് സസ്പെൻഷൻ. ചെയർപേഴ്സന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് KK മുരളി. കുന്നംകുളത്തിന് ഒരു ഗജനഷ്ടം കൂടി. കിഴൂർ വലിയപുരയ്ക്കൽ ആനത്തറവാട്ടിലെ കൊമ്പൻ ആര്യനന്ദൻ ചെരിഞ്ഞു. 2 ആഴ്ചയായി അസുഖബാധിതനായിരുന്നു. ഓർമ്മയാകുന്നത് വലിയ ആരാധക പിന്തുണയുണ്ടായിരുന്ന കൊമ്പൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.